ജൂലൈ 17 15-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. മത്തായി 11:28 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം എനിക്ക് പ്രിയപ്പെട്ട ഒന്നാണ്. 4 സുവിശേഷങ്ങളിലെയും യേശുവിൻ്റെ ഏറ്റവും ആശ്വാസകരമായ വാക്കുകളിൽ ഒന്നാണിത്. ക്ഷീണിതനായ, വൈകാരികമായി തളർന്ന, നിരാശനായ, ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വിഷാദരോഗിയായ ഏതൊരാൾക്കും യേശു വിശ്രമം നൽകുമെന്നും അവൻ നൽകുന്ന വിശ്രമം നമ്മെ പുതുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നുള്ള ആശ്വാസകരമായ വാഗ്ദാനത്താൽ നമുക്ക് എളുപ്പത്തിൽ പുനർജീവിക്കാൻ സാധിക്കും. യേശു ഒരു തച്ചനായിരുന്നതിനാൽ എൻ്റെ നുകം എളുപ്പമാണ് എന്ന പ്രയോഗം ഉപയോഗിച്ചപ്പോൾ താൻ എന്താണ് പറയുന്നതെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. ഒരു കഥയുണ്ട്. നസ്രത്തിലെ ആ ആശാരി പണിക്കാരൻ്റെ കടയിൽ യേശു നുകങ്ങൾ നിർമ്മിച്ചിരുന്നു എന്ന്. ഗലീലയിലെ മറ്റേതൊരു തച്ചനേക്കാളും നന്നായി അവൻ അവയെ മൃഗങ്ങൾക്ക് അനുയോജ്യമുള്ളതാക്കി പണിതു. എളുപ്പമുള്ളത് എന്നതിന് പകരം നന്നായി യോജിക്കുന്നു എന്ന് വേണമെങ്കിൽ വിവർത്തനം ചെയ്യാം. അതായത് യേശുവിൻ്റെ വാക്കുകൾ എൻ്റെ നുകം എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ നുകം നന്നായി യോജിക്കുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് വിവർത്തനം ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് വിശ്രമം വേണ്ടത്? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചോ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചോ ഉള്ള ആശങ്കയായിരിക്കാം അത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ അമിതഭാരം അനുഭവിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുന്നുണ്ടാകാം. നാം എല്ലാവരും ഒരു പരിധിവരെ ക്ഷീണിതരാണെന്ന് ഞാൻ കരുതുന്നു. ഈ സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവയെ എങ്ങനെയാണ് നേരിടുന്നത്? നമ്മുടെ ഭാരങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് വഹിക്കുന്നുണ്ടോ? അതോ നമ്മുടെ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ പങ്കിടുന്നുണ്ടോ? നമ്മുടെ ഭാരങ്ങളും ഉത്കണ്ഠയും ക്ഷീണവും നാം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി നമുക്ക് ആവശ്യമായ കൃപയ്ക്കും വിശ്രമത്തിനും വേണ്ടി അവനോട് അപേക്ഷിക്കുന്നുണ്ടോ? സമ്മർദ്ദവും ഉത്കണ്ഠയും വ്യാപകമായ നമ്മുടെ ആധുനിക യുഗത്തിലെ യേശുവിൻ്റെ ക്ഷണം എക്കാലത്തെയും പോലെ ഇന്ന് വളരെ പ്രസക്തമാണ്. ജീവിതത്തിൻ്റെ നിരന്തരമായ വേഗതയിൽ നിന്ന് മാറി അവനിൽ ആശ്വാസം കണ്ടെത്താൻ അവൻ നമ്മെ വിളിക്കുന്നു. നമുക്ക് അമിതഭാരം അനുഭവപ്പെടുമ്പോൾ വിശ്രമവും പുതുക്കലും നൽകിക്കൊണ്ട് യേശു അവിടെ ഉണ്ടെന്ന് നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. അവൻ്റെ അടുക്കൽ വരുന്നതിലൂടെ അവൻ്റെ വഴി അനായാസവും ലഘുത്വവുമാണെന്ന് നമുക്ക് കണ്ടെത്താനാകും. ജീവിതം അനായാസമായി മാറുന്നത് കൊണ്ടല്ല, മറിച്ച് അവൻ്റെ സാന്നിധ്യം നമ്മുടെ അനുഭവത്തെ രൂപാന്തരപ്പെടുത്തുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനോടൊപ്പം ഉണ്ടാവുന്നത് നമുക്ക് യഥാർത്ഥ വിശ്രമബോധം നൽകും. അത് നമ്മുടെ ഭാരം ലഘൂകരിക്കുകയും ചെയ്യും. യേശുവിനെ വിശ്വസിക്കുക, അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.